വളരെ പ്രധാനപ്പെട്ട ഒരു ബജറ്റ്, അതിലുപരി ഒരു ജനപ്രിയ ബജറ്റാണ് ഇന്ന് തിരുവനന്തപുരം കോർപ്പറേഷൻ അവതരിപ്പിച്ചത്. ഡെപ്യൂട്ടി മേയർ ആശാനാഥാണ് ഈ ബജറ്റ് അവതരിപ്പിച്ചത്. ഒരുപാട് ജനകീയ പ്രഖ്യാപനങ്ങൾ. ഒരുപക്ഷെ നമ്മൾ കണ്ടത്, നമ്മൾ കേട്ടത് ഡൽഹിയിലെ അടൽ ക്യാൻറ്റീനാണ്. 5 രൂപ ചിലവിലാണ് മികച്ച ആഹാരം മിതമായ നിരക്കിൽ പാവപ്പെട്ടവരുടെ അടുത്തേക്ക് എത്തുന്നത്. സമാനമായ രീതിയിൽ തന്നെ അടൽ ക്യാൻറ്റീൻ ഉൾപ്പെടെയുള്ള ഒരുപാട് ജനപ്രിയ പദ്ധതികൾ, ജനപ്രിയ പ്രഖ്യാപനങ്ങളാണ് ഈ ബജറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 2000 കുടുംബങ്ങൾക്ക് ഭവന പദ്ധതി അടക്കം ജനകീയ പ്രഖ്യാപനങ്ങളുമായി തിരുവനന്തപുരം കോർപ്പറേഷനിൽ NDA ഭരണസമിതിയുടെ ആദ്യ ബജറ്റ്. അടിസ്ഥാന സൗകര്യ വികസനവും നഗരവാസികളുടെയും സുരക്ഷ ഉറപ്പു നൽകുന്ന പ്രഖ്യാപനങ്ങളാണ് ബജറ്റിൽ ഇടം പിടിച്ചത്. 18 വയസ്സ് കഴിഞ്ഞ മുഴുവൻ പേർക്കും തൊഴിൽ ഉറപ്പ് നൽകുന്ന അനന്തപുരി തൊഴിൽ കേന്ദ്രം, നഗരസഭാ പരിധിയിലെ സ്കൂളുകളിൽ ടെലിവിഷനും റെഫ്രിജറേറ്ററും മൈക്ക് സെറ്റും നൽകും. സ്കൂളുകളിൽ ഭിന്നശേഷി സൗഹൃദ റാമ്പുകൾ, മെൻസ്ട്രൽ കപ്പ് വെൻഡിംഗ് മെഷീൻ തുടങ്ങി ഭാവി തലമുറയെ കൂടി ചേർത്ത് പിടിക്കുന്ന ഒരുപാട് പ്രഖ്യാപനങ്ങൾ ഇതിലുണ്ട്. എന്നാലും ഏറ്റവും പ്രധാനപ്പെട്ട ചില പ്രഖ്യാപനങ്ങൾ, അതിലൊന്ന് അടൽ ക്യാൻറ്റീനാണ്, അടൽ സൂപ്പർ മാർക്കറ്റുകളാണ്. അതിനേക്കാൾ ഉപരി 2000 കുടുംബങ്ങൾക്ക്, മേയറുടെ വാക്കുകൾ കടമെടുത്ത് പറഞ്ഞാൽ വീണ, 2000 കുടുംബങ്ങൾക്ക് നഗരസഭ തന്നെ പണം കണ്ടെത്തി വീട് നിർമ്മിച്ച് നൽകും. അതിന് മേയർ പറഞ്ഞ വാക്കുകൾ, പല ആളുകളും ഒരു കിടപ്പാടമില്ലാതെ നഗരസഭയുടെ പടിവാതിൽക്കൽ നിന്ന് കണ്ണീരോടുകൂടി ഇറങ്ങിപ്പോകുന്ന അനുഭവങ്ങൾ കണ്ടവരാണ് മേയർ BV രാജേഷും ഒപ്പം തന്നെ ഡെപ്യൂട്ടി മേയർ ആശാനാഥും. അതിനൊരു പരിഹാരം വേണം എന്ന അവരുടെ ഇച്ഛാശക്തി കൂടിയാണ് ഈ ബജറ്റിൽ തെളിയുന്നത്. ഒപ്പം മറ്റ് ജനകീയ പ്രഖ്യാപനങ്ങൾ എന്തൊക്കെ വീണ? തിരുവനന്തപുരം നഗരം കാത്തിരുന്ന ആ ഒരു സസ്പെൻസ് ബഡ്ജറ്റാണ് അല്പസമയങ്ങൾക്ക് മുമ്പ് അവതരിപ്പിച്ചത്. ജനങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ എല്ലാ വിഭാഗങ്ങളെയും തൊടുന്ന, സമസ്ത മേഖലയുടെയും വികസനം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള, ജനങ്ങളെ ചേർത്ത് പിടിക്കുന്ന തരത്തിലുള്ള ഒരു പ്രഖ്യാപനം തന്നെയാണ് ഒരു ബഡ്ജറ്റിന് ഉണ്ടായിരിക്കുന്നത്. കൃത്യമായിട്ടുള്ളൊരു പഠനം ഈ ഒരു ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് എന്നുള്ളത് ഏറ്റവും വ്യക്തമാണ്. കാരണം മുൻ നഗരസഭ ഭരണസമിതിയുടെ കാലത്തൊക്കെ ഈ നഗരസഭയിൽ പ്രധാന പ്രതിപക്ഷമായിരുന്ന BJPക്ക് കൃത്യമായി നഗരസഭയിൽ ഉണ്ടായിട്ടുള്ള പോരായ്മകൾ, ജനങ്ങളിൽ നിന്ന് അകന്നു പോകുന്ന പലതരത്തിലുള്ള പദ്ധതികൾ, അത് നടപ്പാക്കാതെ പോയത് മൂലം ജനങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്ന ദുരിതങ്ങൾ, അതൊക്കെ കൃത്യമായി കണ്ടവരാണ്. ആ വീഴ്ചകൾ ഏതാണെന്നുള്ളത്, മുൻ ഭരണസമിതിയിൽ ഉണ്ടായ വീഴ്ചകളടക്കം അത് കൃത്യമായി മനസ്സിലാക്കിയവരാണ്. അതുമായി ബന്ധപ്പെട്ട് എല്ലാ മേഖലയും ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള, എല്ലാ ജനങ്ങളുടെയും വികസനം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു നഗരസഭാ പരിധിയിലുള്ള എല്ലാ ജനങ്ങളുടെയും വികസനം ലക്ഷ്യം വെച്ചിട്ടുള്ള ഒരു ബഡ്ജറ്റ് തന്നെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ആ ബഡ്ജറ്റിന്റെ അവതരണത്തിന് മുന്നോടിയായി ആമുഖ പ്രസംഗം നടത്തിയ മേയർ അക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തു. ജനങ്ങളുടെ വികസനം തന്നെ നഗരസഭയുടെ നാഴികക്കല്ലായിരിക്കും, വികസനത്തിന്റെ ഒരു നാഴികക്കല്ലായിരിക്കും ഈ ബഡ്ജറ്റ് എന്ന് അദ്ദേഹം പറഞ്ഞു. ഒപ്പം തന്നെ ഡെപ്യൂട്ടി മേയറും അതിന് മുന്നോടിയായിട്ടുള്ള ഒരു ആമുഖ പ്രസംഗം നടത്തിയിരുന്നു. ഈ അവാർഡുകൾ വാങ്ങിക്കൂട്ടുന്നതിനോ അല്ലെങ്കിൽ പുരസ്കാരങ്ങൾ വാങ്ങിക്കൂട്ടുന്നതിലോ അല്ല കാര്യം. അത് ജനങ്ങളുടെ മനസ്സിൽ ഇടം നേടുന്ന തരത്തിലുള്ള ബഡ്ജറ്റ് പ്രഖ്യാപനം, ആ പദ്ധതികൾ ആവിഷ്കരിക്കുക എന്നതാണ് വേണ്ടത്. ജനങ്ങളുടെ വികസനത്തിനും അവരുടെ ഉന്നമനത്തിനുമായിട്ടുള്ള കാര്യങ്ങളാണ് ബഡ്ജറ്റിൽ വേണ്ടത്. അതാണ് ഒരു നഗരസഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മം എന്നുള്ള കാര്യങ്ങൾ കൂടി വ്യക്തമാക്കിക്കൊണ്ടാണ് ജനകീയ ബഡ്ജറ്റ് എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും. എല്ലാ മേഖലകളിലും തൊടുന്നുണ്ട്. അതായത് കുട്ടികളുടെ വികസനത്തോടൊപ്പം തന്നെ ഭവനമില്ലാത്തവർക്ക് ഒരു കെട്ടുറപ്പുള്ള ഒരു ഭവനം, അത് ഈ ഇടതുപക്ഷ സർക്കാരിൻ്റെ നേതൃത്വത്തിലൊക്കെ ഭവന പദ്ധതിയൊക്കെ സംസ്ഥാനത്ത് നടപ്പാക്കുന്നുണ്ടെങ്കിൽ പോലും നിരവധി പേർ ഇപ്പോഴും സുരക്ഷിതമല്ലാത്ത ഒരു കിടപ്പാടമില്ലാതെ നഗരത്തിൽ അന്തി ഉറങ്ങുന്നവരുണ്ട്. അവർക്ക്, അത്തരത്തിലുള്ള ജനങ്ങൾക്ക് ഈ നഗരസഭ തന്നെ ഒരു സ്വപ്ന ഭവന പദ്ധതി മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള ഭവന പദ്ധതി നടപ്പാക്കുമെന്നുള്ള കാര്യം തന്നെയാണ് പറഞ്ഞത്. PM ഭവന യോജന പദ്ധതി അത് കൃത്യമായി നടപ്പാക്കുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 20 കോടി രൂപയാണ് ഇതിനായി മാറ്റിവെക്കുന്നത്. ഇതിൽ എടുത്തു പറയേണ്ട കാര്യം, ഈ ട്രാൻസ്ജെൻഡേഴ്സ് വിഭാഗമടക്കം ഇവിടെ താമസിക്കുന്നുണ്ട്. അവർക്കും ഇതുമായി ബന്ധപ്പെട്ട് ഭവന പദ്ധതി അത് 50 ലക്ഷം രൂപ നീക്കി വെച്ചുകൊണ്ടുള്ള ഒരു പദ്ധതി നടപ്പാക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല, ഈ മരുന്നുകളുടെ വിലക്കയറ്റം അത് സംസ്ഥാനത്ത് വലിയ തരത്തിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യമാണ്. അതുമായി ബന്ധപ്പെട്ട അമൃതം ഫാർമസി അത് 1.5 കോടി രൂപ മുതൽ മുടക്കിക്കൊണ്ടുള്ള ഒരു പദ്ധതി, അത് കുറഞ്ഞ നിരക്കിൽ മരുന്നുകൾ ജനങ്ങളിൽ ലഭ്യമാക്കുന്നതിനുള്ള ഒരു പദ്ധതി ഉണ്ടാകും. അത് 101 വാർഡുകളിലും മിതമായ നിരക്കിൽ മരുന്നുകൾ ലഭ്യമാക്കും എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ പ്രൈമറി ഹെൽത്ത് ലാബുകൾ, നമുക്കറിയാം ഈ പലതരത്തിലുള്ള പരിശോധനകൾക്ക് ചെല്ലുമ്പോൾ ഉയർന്ന നിരക്കിലുള്ള പണം നൽകിക്കൊണ്ട് അത് കൃത്യമായിട്ട് ചികിത്സ ലഭിക്കാതെ അല്ലെങ്കിൽ ആ ചികിത്സാ സംവിധാനത്തിലേക്ക് പോകാൻ
എത്താൻ സാധിക്കാതെ പാതി വഴിയിൽ ആ രോഗങ്ങൾക്ക് ചികിത്സ നിർത്തിപ്പോകുന്ന ദുരിതം അനുഭവിക്കുന്ന നിരവധി പേരുണ്ട്. അവർക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള പ്രൈമറി ഹെൽത്ത് ലാബുകൾ സ്ഥാപിക്കുന്ന കാര്യവും പറഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ ഡയാലിസിസ് യൂണിറ്റ്, അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം അതാണ്. അതായത് വൃക്ക സംബന്ധമായ രോഗങ്ങൾ അനുഭവിക്കുന്ന നിരവധി പേരുണ്ട്. അത് ചികിത്സാക്രമമായ ഡയാലിസിസിന് അതുമായി ബന്ധപ്പെട്ടൊരു യൂണിറ്റ് ഉണ്ടാകും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം ഭക്ഷണം. അതായത് ഇന്നും നമ്മുടെ നഗരത്തിൽ വികസനമൊക്കെയാണ്, അതിദാരിദ്ര്യ മുക്തമൊക്കെ സർക്കാർ പ്രഖ്യാപിച്ചുവെങ്കിൽ പോലും ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാതെ ഉറങ്ങുന്നവർ, ഭക്ഷണം കിട്ടാതെ കഷ്ടപ്പെടുന്നവർ നിരവധി പേരുണ്ട്. അവർക്കായി അടൽ ക്യാൻറ്റീൻ അന്നം അമൃതം പദ്ധതി 2 കോടി രൂപ ഉണ്ടാകും എന്നുള്ള കാര്യം കൂടി കൃത്യമായി പറയുന്നുണ്ട്. ഒപ്പം തന്നെ അതുമാത്രമല്ല, അത്തരത്തിലുള്ള പദ്ധതികൾ താഴെത്തട്ടിലെ ജനങ്ങൾക്കുടെ ഉന്നമനത്തിനായിട്ടുണ്ടെങ്കിൽ നഗരവികസനവുമായി ബന്ധപ്പെട്ട് രാത്രികാലങ്ങളിലുള്ള സാമ്പത്തിക കാര്യ ഓഫീസുകളെ, തിരുവനന്തപുരം നഗരത്തിൽ പല ആവശ്യങ്ങൾക്കായി എത്തുന്നവരുണ്ട്, അതുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക കാര്യ ഓഫീസ്, അതുപോലെ തന്നെ ജനങ്ങൾക്ക് പല ജോലിയൊക്കെ കഴിഞ്ഞു വരുമ്പോൾ തങ്ങളുടെ ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിനുള്ളൊരു സാമ്പത്തിക കാര്യ ഓഫീസ് 10 കോടി രൂപയ്ക്ക് ഉണ്ടാകും എന്നുള്ളത് കാര്യം പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഭാഷാ പരിശീലന കേന്ദ്രം, ഇന്നിപ്പോൾ ആശയവിനിമയം ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അത് കോർപ്പറേഷന്റെ കീഴിൽ തന്നെ 15 ലക്ഷം രൂപയ്ക്ക് അതുമായി ബന്ധപ്പെട്ടുള്ളൊരു ഭാഷാ കേന്ദ്രം ആരംഭിക്കുമെന്ന് പറയുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്, കേവലം ഒരു വർഷത്തേക്ക് അല്ലെങ്കിൽ ഒരു സാമ്പത്തിക വർഷത്തേക്കുള്ള ചെലവ് എന്നതിനപ്പുറത്തേക്ക് 5 വർഷത്തേക്കും അതിനപ്പുറത്തേക്കും നഗരം എങ്ങനെയായിരിക്കണം എന്നതിൻ്റെ ഒരു വ്യക്തമായ കാഴ്ചപ്പാട് കൂടിയുണ്ട്. ഇപ്പം ഒരു ചെറിയ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ മിതമായ നിരക്കിൽ മരുന്നുകൾ ലഭ്യമാക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതി, അത് അമൃത് ഫാർമസി എന്ന പേരിൽ നടപ്പാക്കാൻ പോകുന്നു. പക്ഷേ ഇതിന് HLL പോലെയുള്ള കേന്ദ്ര സർക്കാർ സംവിധാനങ്ങളെയൊക്കെ നല്ല രീതിയിൽ തന്നെ പ്രയോജനപ്പെടുത്തിയിട്ടുള്ള ഒരു കാഴ്ചപ്പാട്, ഇത്തരത്തിൽ ഇതൊക്കെ നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ അന്നൊന്നും അതിനനുസരിച്ചൊരു ചിന്ത ഭരണസമിതികൾക്ക് അന്ന് ഉണ്ടാവാത്തതാണ് ഈ പുതിയ കാഴ്ചപ്പാടിലേക്ക് വരുന്നത്. പക്ഷേ ഇതിൻ്റെയൊക്കെ ഫലം കിട്ടുന്നത് സാധാരണക്കാരായ ആളുകൾക്കാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തീർച്ചയായും ശ്യാം, അത് തന്നെയാണ്. ഇത്തരം പദ്ധതികൾ സംസ്ഥാനത്ത് നടപ്പാക്കുന്നുണ്ടായിരുന്നുവെങ്കിൽ പോലും അത് ജനങ്ങളിലേക്ക് എത്തിയിരുന്നില്ല. അത്തരത്തിൽ ജനങ്ങളിലേക്ക് എത്തിയിരുന്ന സാഹചര്യത്തിൽ പോലും അത് ഇടതുപക്ഷ സർക്കാരിൻ്റെയാണ്, സംസ്ഥാന സർക്കാരിൻ്റെയാണെന്നുള്ള വാദങ്ങൾ ഉയർത്തിക്കൊണ്ട് മാത്രമാണ് അവർ രംഗത്തെത്തിയിരുന്നത്. എന്നാൽ പൊതുജനങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു ബഡ്ജറ്റ് അവതരണത്തിലൂടെ ബോധ്യമായിരിക്കുന്നു. ഏറെക്കുറെ ജനങ്ങൾക്ക് അത് ബോധ്യപ്പെട്ട സാഹചര്യത്തിൽ തന്നെയാണ് അതിലൊരു തിരിച്ചടി ഇടതുപക്ഷത്തിന് ലഭിച്ചത് ഈ ഒരു തദ്ദേശ തിരഞ്ഞെടുപ്പിലൊക്കെ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള പദ്ധതികൾ കൂടുതൽ വിപുലപ്പെടുത്തിക്കൊണ്ട് ജനങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഗുണം ലഭിക്കുന്നതിന് തരത്തിലുള്ള പദ്ധതികളുടെ പ്രഖ്യാപനം തന്നെയാണ് ഏറ്റെടുത്തിരിക്കുന്നത്. മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ തെരുവ് നായ ശല്യം. അത് വലിയ തരത്തിൽ നഗരത്തെ ബാധിക്കുന്ന കാര്യങ്ങൾ. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് പരാതികൾ പറഞ്ഞ് ഈ നഗരസഭ ഓഫീസിൽ, ഇവിടെ തന്നെ മേയറുടെ ഓഫീസിലൊക്കെ നിരവധി പേര് കയറിയിറങ്ങിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു മുൻ ഭരണസമിതിയുടെ കാലത്ത്. എന്നാൽ ഇപ്പോൾ ഈ BJP ഭരണത്തിലെത്തിയതിനു ശേഷം അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾക്കാണ് പ്രാരംഭഘട്ടത്തിൽ പ്രാധാന്യം നൽകിയത്. അതുമായി ബന്ധപ്പെട്ടുള്ള ഷെൽട്ടർ ഹോമുകൾ ആരംഭിക്കുമെന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട്. അതിന് 3 കോടി രൂപ, അതായത് ABC സെന്റർ, വന്ധീകരണം, അതുമായി ബന്ധപ്പെട്ട് തെരുവ് നായകൾക്ക് നൽകേണ്ട ചികിത്സകൾ, അതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായിട്ടുള്ളൊരു ഷെൽട്ടറും നഗരസഭാ പദ്ധതി ഒരു ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കുന്നുണ്ട്. ഒപ്പം തന്നെ വെറ്റിനറി ആശുപത്രികളുടെ നവീകരണവും വികസനവും, അതുമായി ബന്ധപ്പെട്ട് 1 കോടി രൂപ, അത്തരത്തിലുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഒപ്പം തന്നെ വനിതകൾക്ക്, അതായത് തൊഴിൽ രഹിതരായിട്ടുള്ള നിരവധി വനിതകൾ നമ്മുടെ നാട്ടിലുണ്ട്. ആ വീട്ടമ്മമാരെ കോർത്തിണക്കിക്കൊണ്ട് അവർക്ക് തുണിസഞ്ചി, അതുപോലെ തന്നെ യൂണിറ്റ് പേപ്പർ, ക്യാരി ബാഗ്, അതുപോലെയുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ട്. ഈ നൈപുണ്യ പരിശീലന കേന്ദ്രത്തിൽ സ്കിൽ ഹബ്ബായി തിരുവനന്തപുരത്ത് 10 ലക്ഷം രൂപ മുടക്കിക്കൊണ്ടുള്ള ഒരു സ്കിൽ ഹബ്ബ് ഉണ്ടാകും. ഇത്തരത്തിൽ എല്ലാ വിഭാഗങ്ങളിലും അതുപോലെ തന്നെ നാരീശക്തി സ്ത്രീകൾക്ക് തൊഴിൽ പരിശീലനത്തിനായി 30 ലക്ഷം രൂപ. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടവർക്ക് തൊഴിൽ പരിശീലനം നൽകുന്നതിന് 20 ലക്ഷം രൂപ. നിരത്തുകളിലൊക്കെ അവർ രാത്രികാലങ്ങളിലൊക്കെ ഇങ്ങനെ അലഞ്ഞിരുന്നൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അവരെ കൂടി ഒപ്പം ചേർത്തുകൊണ്ട് അവരെയും സമൂഹത്തിന്റെ ഉന്നത നിലത്തിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സമൂഹത്തിന്റെ വിവിധ മേഖലകളിലുള്ള എല്ലാ ആളുകളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് സമഗ്രമായൊരു കാഴ്ചപ്പാടോടുകൂടിയാണ് BJPയുടെ ഭരണസമിതിയുടെ ആദ്യ ബജറ്റ് അവതരിപ്പിച്ചതെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ബജറ്റിന്മേൽ 26-ന് ചർച്ചയും നടക്കുന്നുണ്ട്. നമുക്കതും വിശദമായി തന്നെ പരിശോധിക്കാം.